ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Came through flexing cause they know I got the sauce. Got the presence on me, I can't ever take it off. That's why I came country boy stepping, yeah, country boy stepping. നമ്മളിപ്പോൾ ഉള്ളത് മിഷിഗണിലെ കേപ്പാക്കിലാണ്. നമുക്ക് ബോർഡർ ക്രോസ് ചെയ്ത് നേരെ യാർഡിലേക്ക് പോകണം, വീട്ടിൽ ചെല്ലണം. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വണ്ടി എടുത്തേക്കട്ടെ. അപ്പോൾ സ്പ്രിംഗ് സീസൺ മാറി ഒഫീഷ്യലി സമ്മർ തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നിപ്പോൾ ടെമ്പറേച്ചർ 31 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. 31 ഡിഗ്രി സെൽഷ്യസ്. നാട്ടിലെ ചൂടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ വലിയ കാര്യമായിട്ട് ചൂടൊന്നുമില്ല. എന്നാലും ഇവിടുത്തെ ഒരു ഹാപ്പി ടൈം തുടങ്ങി. ബോർഡറിലെ ടോള് വരെ പെട്ടെന്ന് എത്തി. പക്ഷേ ഇവിടെ കുറച്ച് നേരമായിട്ടൊരു ഡിലേ ഉണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആയി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ ഈ തിരക്ക് കൂടും. എത്രയും പെട്ടെന്ന് ഒന്ന് കടന്നു കിട്ടി പോയാൽ മതി. ആകെ കൂടി ഒരു ദിവസമേ വീട്ടിലുള്ളൂ. അല്ല അതെ, നേരത്തെ അവിടെ പണി കിട്ടും. നമ്മള് 427 കയറുന്നപ്പോ ഒരു സമയത്തിന് മുമ്പ് വെല്ലുവാണെങ്കിൽ ഈ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇങ്ങനെ അല്ലേ, വൈകുന്നേരം ആകുമ്പോൾ തന്നെ എല്ലാത്തിനും അങ്ങോട്ട്. അതെ അതെ. അതിന്റെ അത് ചിലർ ചിലപ്പോൾ ഈ കൈ മറ്റേ സ്കാനർ ഇല്ലാതെ പൈസ കൊടുക്കുന്നവർ കാണാം. ആ ഒരു ഡിലേ വരുമ്പോഴാണ് ഇവന്മാരെല്ലാം നിൽക്കുന്നത്. അല്ല അത് വന്ന് നന്നായി. അല്ല ഇപ്പൊ നമ്മള് മറ്റേ കാർഡ് വെച്ച് സ്കാൻ ചെയ്യുവാണെങ്കിൽ തന്നെ എല്ലാരും ഇങ്ങനെ ചെയ്യും. എത്ര സമയം എടുക്കും? അത് പകുതി എണ്ണത്തിന് മറ്റേ ഇന്നാളെ ഞാനൊക്കെ കൊണ്ടുവന്നു ഒരുപാട് വർക്ക് ചെയ്യാലോ. എന്നിട്ട് അടുത്ത് നോക്കുന്നു. കമ്പനി കാർഡാ? അല്ല നമ്മുടെ കാർഡില്ല. ഇതിവിടെ വന്നിട്ട് കമ്പനി വിളിച്ചു കഴിഞ്ഞാൽ വല്ലതും ഉണ്ടാക്കും. ഒരു പ്രയോജനമില്ല. അണ്ണന്മാര് വണ്ടി ഉണ്ടോ? ഉണ്ട്, ഒരു വണ്ടി കിടപ്പുണ്ട്. ഞാൻ അങ്ങനെ പുറകോട്ട് പറയും, നമ്മളെ കണ്ട് ചിരിച്ച് കാണിച്ചോണ്ടിരിക്കുന്നു. വണ്ടി നിർത്തി മറ്റേ പൂഞ്ഞാറുകാരൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പുള്ളിയെപ്പണ്ട് പാരസെറ്റമോൾ പിടിച്ച ആളാന്ന് പറഞ്ഞു. പാരസെറ്റമോൾ എന്ന് പറഞ്ഞപ്പോഴേ ഇവര് പറയാ പുതിയ ഐറ്റം ഇറങ്ങി. ഇവര് മറ്റേ ഇതല്ലേ ഇവര് ടൈലിനോളെന്നല്ലേ ടൈലിനോളും. അപ്പം എന്നിട്ട് ഞങ്ങളോട് വേറെ പറയും മറ്റേ നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങൾ ചോദിച്ചേ. ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് ചോദിച്ചു. അപ്പം ഇതിന്റെ ഒക്കെ പേര് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ടായി കേൾക്കുന്ന ഓരോ സാധനത്തിന്റെ ഉമാർക്ക് അതിന്റെ എല്ലാം പേര് പറയും. എന്നിട്ട് അത് നമ്മൾ ഒരുത്തം കളിച്ചിരിക്കുന്ന നാക്കിന്റെ ഇവിടെ ഒക്കെ വെക്കുന്ന സംഭവം അതറിയത്തില്ല. നിങ്ങൾ ഇന്ത്യൻ ആണോന്നൊക്കെ ചോദിക്കാം. അത് മറ്റോ ഉമാരുടെ പിടിക്കുന്ന ഈ പഞ്ചാബി റാവന്മാർ അവിടുത്തെ നാട്ടിലെ ചിലവന വെള്ള പൗഡർ പോലത്തെ സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് ചുണ്ണാമ്പല്ല അത് വേറെ. പണ്ടൊരുത്തനോട് വണ്ടി ഓടിക്കുന്നത് ഇവിടെ തൊട്ട് ഇവിടെ മുഴുവൻ മറ്റേ നമ്മുടെ നാട്ടിലെ പഴയ ഈ മുറുക്കാൻകടയിലൊക്കെ ചുണ്ണാമ്പ് തേച്ച് വെക്കരുത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഞാൻ പിന്നെ പിച്ചാത്തിക്ക് ഇങ്ങനെ കിള്ളിക്കിള്ളി ഉണങ്ങി കഴിയുമ്പോ പണ്ട് ഓടിക്കുന്നവരെല്ലാം ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ വെച്ചോണ്ടേ ഈ പണ്ടത്തെ സെറ്റാക്കി. നമുക്ക് മുമ്പേ ഉള്ളവര് ഇപ്പൊ ഒരു 60 വയസ്സൊക്കെ ഉള്ളവര് പപ്പാസിന്റെ ടൈപ്പ് ടീമുകള്. നമുക്ക് എപ്പോഴാ പോകണ്ടേ? അതും പുതിയ റൂട്ട് പിടിച്ചോ. ഈ വാഷിങ്ടൺ മൊത്തം ഇന്ന വണ്ടിക്കാർ ലിമിറ്റഡ് സ്റ്റോപ്പ് പൊക്കോളാൻ പറയോ. അവര് നോക്കുമ്പോ സാധാരണ വാഷിങ്ടണ് പോകുന്നവരെല്ലാം ലേറ്റ് ഡെലിവറിയാ. നമ്മള് നോക്കുമ്പോ പെർഫെക്റ്റ് ടൈം. അതൊരു വിഷയമാണ്. മിടുക്കന്മാരാ. കൊടുത്തോന്നു അല്ല, ഒരു കണക്കിന് നല്ല. എല്ലാരും കാലിഫോർണിയ പോകുമ്പോ നമുക്ക് വാഷിങ്ടണിൽ നിന്ന് അന്ന് തന്നെ പിക്കപ്പ് കിട്ടി. വേറെ ട്രക്കുകളില്ല അങ്ങനെ. വേറെ ഒത്തിരി പേരില്ല. വൈദ്യുവേ നമ്മുടെ അടുത്ത ആഴ്ചത്തെ ട്രിപ്പും വാഷിങ്ടണിലേക്കാട്ടോ. നമ്മൾ ഇന്നലെ വന്നപ്പോഴത്തേക്ക് ഒരു ടൗൺ, വലിയ ടൗൺ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇത് ഏതാണ് ഈ ടൗൺ, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നതെന്ന്. ഇതിന്റെ പേരെന്നായിരുന്നു? സ്പൊക്കെയിൻ വാലി. അത് തന്നെ. ഞാൻ ഓടിച്ചു വൈകുന്നേരം ആയപ്പോഴാണ് സ്പൊക്കെയിൻ വാലി കവർ ചെയ്തത്. നമ്മുടെ വാഷിങ്ടൺ ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഞാൻ പറയുകയും ചെയ്തു ആദ്യമായിട്ടാണ് സ്പൊക്കെയിൻ വാലി എന്ന് പറഞ്ഞൊരു പേര് കേൾക്കുന്നത്. അതൊരു അത്യാവശ്യം വലിയൊരു ടൗണാ. അല്ല എനിക്ക് തോന്നുന്നു സ്പൊക്കെയിൻ വാലി ബോർഡർ ഏരിയ ആണോ? വാഷിങ്ടൺ ഐഡാഹോ ബോർഡറാ. നമുക്ക് വാഷിങ്ടണിൽ കയറുന്ന വഴിയെ സ്പൊക്കെയിൻ വാലിയാ. ഇത് സ്പൊക്കെയിൻ വാലി ഈ സ്പൊക്കെയിൻ എന്ന് പറയുന്ന ഒരു ടൗണാ, വലിയ ടൗണാ. തൊട്ടിപ്പുറത്തെയാണ് ഈ സ്പൊക്കെയിൻ വാലി.
അവിടെ പോകണ്ട, അതിന് തൊട്ട് മുമ്പാ ഇതൊരു ഒരു ഇൻഡസ്ട്രിയൽ. ഇത് മറ്റേ തല്ലിക്കൂട്ട് പ്രസ്ഥാനമാണ്. ആണോ? എപ്പോഴാ? 7 മണിക്കാ. 7 മണി. അത് അവന്മാർ തുറക്കുന്ന സമയം 7 മണിയാ. ആദ്യം ഇതിനകത്ത് അഡ്രസ് ഇട്ടപ്പോൾ മക്ഡൊണാൾഡ്സ് ഒക്കെയാണ്, അല്ല സബ്വേ ഒക്കെ. അതാ ഇങ്ങനെ പെട്ടി പോലെ കുറെ പ്രസ്ഥാനങ്ങളുണ്ട് ഇന്ത്യ അകത്താ. അതിൻ്റെ അകത്ത് ഈ കോണിലുള്ള ഒരു പ്രസ്ഥാനമാണ്. നമ്മളിപ്പം പോയ റൂട്ടില്ലേ അത് തന്നെ കാണിക്കുന്നത്. 3700 കിലോമീറ്റർ. അപ്പം നമ്മൾ ഇച്ചിരി എന്നാ പറയാ, 3700 എന്ന് പറയുമ്പം നോർമലി എൻ്റെ ഒരു കണക്കൂട്ടലാണ്. നമ്മളിങ്ങനെ ഓരോ ഷിഫ്റ്റിന് കിട്ടും. 33, 7, 40, പിന്നെ അഡീഷണൽ 41, പിന്നെ ഒരു എക്സ്ട്രാ നമ്മൾ റിലാക്സ് ചെയ്തുള്ള ഏതാ ഓടിയിൽ വരുമ്പോൾ ഒരു 2 മണിക്കൂർ എക്സ്ട്രാ. അപ്പം ഓഫ് പക്ക നമ്മൾ 30 അല്ലല്ലോ. അപ്പോൾ ഒരു 2 മണിക്കൂർ ഇട്ട് കഴിയുമ്പോൾ തന്നെ 43 മണിക്കൂർ, 42, 43 കുടിക്കും. പിന്നെ ഈ ബോർഡറിൽ എന്നാലും ഇച്ചിരി കഴിയുമ്പോൾ പള്ളി വരുമല്ലോ. 43 ഒരു 2 മണിക്കൂർ ബോർഡറിന് കൊടുത്താൽ മതി. 2 മണിക്കൂർക്കുള്ളിൽ എടുക്കുകയല്ലോ. അപ്പം ഇച്ചിരി എടുത്താലും മറ്റേ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം 45 മണിക്കൂർ. 45 മണിക്കൂർ എന്ന് പറയുമ്പോൾ 7 മണി എന്ന് പറയുമ്പോൾ നമ്മുടെ 10 മണിയല്ലേ. അപ്പോൾ 10 മണിക്ക് ആടിയെന്ന് പുറപ്പെടുത്താൽ 48 മണിക്കൂറുണ്ട്. ഏതാ അപ്പം 11, 12, 1, 1 മണിയാകുമ്പോൾ പോയ ആടിയെന്ന് ഇറങ്ങിയാൽ മതി. ശരിക്കും ഉച്ചയ്ക്ക്. ആണോ? ഇച്ചിരി നേരത്തെ പോണോ? അല്ല മറ്റേ അല്ല ഇത് 3700 ഉള്ളൂ. അല്ല സംഭവമൊക്കെ പക്ഷെ എന്നാലും 1 മണി നേടുമ്പോ ഒരു പേടി വാഷിംഗ്ടൺ. പിന്നെ വേറെ സംഭവമുണ്ട്. ഈ അല്ല ഞായറാഴ്ച ആയതുകൊണ്ടും ഞായറാഴ്ച ആണെങ്കിൽ ഈ മറ്റേ ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് തിരക്ക് വരും. ഈ ഉച്ച കഴിഞ്ഞുള്ള ഒരു തിരക്കുണ്ടല്ലോ. അപ്പൊ നമുക്ക് വേണം ഒരു 12:30 ആകുമ്പോൾ തന്നെ ഇറങ്ങാം. കാരണം അവിടുത്തെ ഉച്ചക്കത്തെ ആ ഒരു 12:30 ആകുമ്പോൾ ആടിന്ന് ഇറങ്ങുന്ന പോലെ അങ്ങ് പോവാം. ഓക്കെ. പോലീസുകാരൻ കിടപ്പുണ്ടല്ലോ. എക്സ്റേ ഉണ്ട് കേട്ടോ. ശരിയാണ്. അതെ മോൾ നിൽക്കുന്നേ മുകളിലിരിക്കുന്നു. കാരണം മുകളിലോട്ടാണോ നോക്കുന്നത് കീഴോട്ടാണോ നോക്കുന്നത്? പോലീസുകാരെ നോക്കുന്നത് അതെന്നാ വെച്ചാൽ എന്തേലും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് കാണും. എന്നാലും വരുന്നുണ്ടോ? കാരണം ഇന്നാള് നമ്മൾ മറ്റേ ബിയർ ടിന് കൊണ്ടിരിക്കല്ലേ, ഓർക്കുന്നുണ്ടോ? ഏതിന്റെ? പണ്ട് ബിയർ ടിന് കൊണ്ടിരിക്കല്ലേ, MD ക്യാൻസർ. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങളെ ഇതുപോലെ സ്കാൻ ചെയ്യാൻ വേണ്ടി കയറ്റി. അത് മിൻസറില്ല, അപ്പുറത്തെ സൈഡില്ല. അപ്പോൾ ഓഫീസർ ഞങ്ങളിത് തുറന്ന് കാണിച്ച്. അപ്പോൾ ഓഫീസർ ഇത് നോക്കുമ്പോൾ ഓഫീസർ നോക്കുമ്പോൾ ഇത് എടുക്കാൻ പറ്റിയല്ലോ. അതിനോട് ചോദിച്ചു ഇത് എടുത്താൽ താഴെ സാറേ ഇത് അനങ്ങിയ പ്രശ്നമാണ്. പുള്ളിക്കപ്പോൾ ആകെ ഇത് എടുക്കാനും പറ്റിയല്ല, എടുക്കാതിരിക്കാനും മേലാത്ത അവസ്ഥയാണ്. അത് ചോദിച്ചാൽ നിങ്ങൾ എവിടുന്നാ വന്നേ, നിങ്ങൾ എങ്ങനെയായി ഇതാ? അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അല്ല ഒരു പുള്ളി ഇങ്ങനെ പുള്ളിയുടെ ആ ഒരു ജോലിയുടെ ആ ഒരു ഇതുകൊണ്ട് പറയുന്ന നിങ്ങൾ ഓക്കെ അല്ലേ? അതായത് പുള്ളിക്ക് ഇതെടുത്ത് ഞാൻ പറഞ്ഞു സാറേ ഇത് എടുത്തു കഴിഞ്ഞാൽ അറിയത്തില്ല, അവര് വേറെ സാധനം വെച്ചാൽ വേറെ ഒരു ടൈപ്പ് ഡിഫറെന്റ് ടൈപ്പ് ഫോർക്ക് ലിഫ്റ്റ് അതേ ഉപയോഗിക്കുന്നു പറഞ്ഞു. എന്നിട്ട് അവർ പുഷ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഇതെടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ ചീട്ടോട്ടാളം പോകുന്ന പോലെ പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. പിന്നെ പുള്ളി പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി തീരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അകത്ത് കയറ്റി വിട്ടു. സാറേ ഇത് നമ്മുടെ പഴയ വണ്ടി കേട്ടോ. ഞാൻ സിംഗിൾ പോയ P&R. ഓ ഇതാണോ? P&R കണ്ടോ? ഇത് എവിടെയാ? ബ്രാംപ്ടണിലോ? ഇത് മിസ്സിസാഗ ആണോ? അതെങ്ങോട്ടാ സിംഗിൾ എങ്ങോട്ടാ? അവര് മറ്റേ രണ്ടാമത്തെ ദിവസം വരുന്ന രീതിയിലുള്ള പരിപാടിയോ മെയിൻലി മറ്റേ സിൻസിനാറ്റി, ഒഹായോ ഏരിയകളൊക്കെയാണ്. അവിടെ പറഞ്ഞ മറ്റേ നമ്മളെ പിറ്റ്സ്ബർഗ് പോയത് വേറെ വണ്ടി കൊണ്ടാ. എന്റെ അമ്മേ. പിന്നെ സിംഗിൾ പിന്നെ ഒരു 2 മാസം ഓടിക്കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഏകദേശം എന്നറിയാവോ, ഈ ചില ലൊക്കേഷൻ ഇവർക്ക് എന്നാ വെച്ചാൽ ഈ അത്ര പോപ്പുലർ ആയിട്ടുള്ള കമ്പനികളൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ പള്ളക്കകത്തൊക്കെ ഇരിക്കുന്ന കമ്പനികളായിരിക്കും. ഞാൻ ഇന്നാളെ ഈ സിദ്ധിന്റെ പറഞ്ഞ സിംഗിൾ മോൺട്രിയാൽ പോയപ്പോൾ എനിക്ക് തന്നെ സംശയം ഇത് വഴി തെറ്റി. എന്നിട്ട് ഞാൻ നിർത്തിയിട്ടിട്ട് പിന്നെയും GPS നോക്കി, ഫോണിൽ നോക്കി. അതായത് ഇങ്ങനെ ഒരു വലിയ മല പോലെ മറ്റേ ഈ തടിയെടുക്കാനൊക്കെ പോകുന്ന കൂട്ടൊരു കുന്നിന്റെ മുകളിലോട്ടൊക്കെ. അപ്പം നമ്മൾ പോകുമ്പോൾ ഇടയ്ക്ക് ഈ തടിലോറി പോകുന്നുമുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് അതല്ല, ഒരു അയണിന്റെ എന്തോ റോളാ, ഇങ്ങനെ എന്തോ ചെറിയ റോളാ. അപ്പൊ ഞാനിങ്ങനെ പോയി അവസാനം നോക്കുമ്പോ ഇങ്ങനെ ഈ നമ്മൾ ഇപ്പോഴത്തെ ചില പൂട്ടിക്കിടക്കുന്ന ചില പ്രസ്ഥാനങ്ങൾ കാണിക്കലേ,
തുരുമ്പൊക്കെ എടുത്ത് ഇങ്ങനെ. അപ്പൊ അതിന്റെ അങ്ങനകത്തുണ്ടാക്കുന്ന ഒരു സാധനം അത് ആ കാടിനുള്ളിലാ. അപ്പൊ അവിടെ ഒരു 2-3 ഇതുപോലത്തെ ചെറിയ കമ്പനി 2-3 ട്രക്കുണ്ട്. അവരുടെ സ്ഥിര ലോഡുകൾ വന്നേക്കുന്നത്. അതിനകത്ത് ഇടയ്ക്കുള്ള ഒരു ലോഡാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ അവര് പറയുന്നത് ഇത് ഞങ്ങളുടെ സ്ഥിരം ലോഡുകളാ. അപ്പൊ അച്ഛാ അങ്ങനെ അവരുടെ സ്ഥിരമായിട്ടിട്ടേക്കുന്ന സംഭവങ്ങളാ. അപ്പൊ വൺസ് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാ. ആദ്യം നമ്മൾ ചെല്ലുമ്പോ ഇത് കേറാവോ, റോഡ് ചെറുത് നമുക്കറിയാം, പോവാത്ത റൂട്ടായത്. പിന്നെ ഇത് ഈ ഉള്ളിലേട്ടുള്ളത് നോക്കുമ്പം ഈ മരവ കാണുന്നുള്ളൂ, ഈ ബിൽഡിങ്ങിന്റെ ഭാഗമൊന്നും കാണത്തില്ല. അപ്പം നമുക്ക് തന്നെ ഒരു ഇത്. പിന്നെ ആകെയുള്ള തടിലോറി പോയാലും തിരിക്കണമല്ലോ എന്നുള്ള വിചാരത്തിൽ കയറി. കാരണം തടിലോറിയും തിരിച്ചു പറഞ്ഞല്ലോ. അവസാനം വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, അന്നാ ഈ പുള്ളിക്കാരത്തിയായിട്ട് ഞാനിത് പുള്ളിക്കാരത്തിക്ക് ഉടനെ തന്നെ വെയിറ്റ് നോക്കാം, എവിടുന്ന് ആ കാട്ടിൽ നിന്ന് ഇറങ്ങി താഴെ വരാതെ എന്റെ സമയവും തീർന്നു. അപ്പൊ അവിടെയുള്ള പുള്ളി പറഞ്ഞു ആ റോഡിന്റെ സൈഡിൽ തന്നെ ഇട്ടു, ഇത് ഞങ്ങളുടെ ഇത് വേറെ ആരും ഇങ്ങോട്ട് വരികയല്ല രാത്രിയിൽ. അപ്പൊ റോഡിന്റെ തന്നെ സൈഡിൽ ഇട്ടു. അപ്പൊ എന്റെ പറയും വേറെ ട്രക്കാരനും ഇട്ടു. പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നേരം എടുത്തിട്ടേ ഇത് തുറക്കുള്ളൂ. അപ്പൊ അവിടെ ലോഡ് കയറ്റുന്നവൻ പറഞ്ഞു ഇത് പെർഫെക്റ്റ് ആണ്, ഞങ്ങൾ റെഗുലർ ആയിട്ട്. അപ്പൊ മറ്റവനും പറഞ്ഞു ലോഡൊക്കെ കറക്റ്റാ, പക്കായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അന്നേരം ഇവിടുന്ന് വിളിച്ചു, അത് കാലിഫോർണിയക്ക് പോകാനുള്ള അത് അല്ലെങ്കിൽ നീ നാളെ രാവിലെ ഇറക്കിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റു, ഞാനിവിടെ കിടക്കുക. ഇനി അതും 2 മണിക്കൂർ പോയാലേ ഒരു സ്കെയിൽ വേണം. ഞാൻ പിന്നെ ഒരു കടിക്ക് മറ്റേ ക്യൂബക്കിന്റെ മറ്റേ സ്കെയിലുണ്ടല്ലോ, സ്കെയിലിൽ കയറി. അപ്പൊ അവിടുത്തെ ഇങ്ങനെ ഇതുണ്ട്, എഴുതി വരും. അത് കാണിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അന്നാ പിന്നെ അത്രയ്ക്കാന്ന് പറഞ്ഞു. വെളുപ്പിനെ രാത്രി 2 മണിയായപ്പോ എന്റെ ഷിഫ്റ്റ് തുടങ്ങും. 8 മണിക്കൂർ മതിയല്ലോ. 2 മണിയാകുമ്പോ എടുത്തു എല്ലാത്തിനെയും വിളിച്ചെടുപ്പിച്ചു. അതും വെയിറ്റ് ഇട്ട് ഹോളിന്റെ പടവും ഒരു 5-6 എണ്ണം ഇങ്ങനെ രാത്രി പടപടയെന്ന് മെസ്സേജുകളും. പിന്നെ നീ പറഞ്ഞ കൺഫർമേഷൻ കൊടുത്തിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. പിടിച്ചു ഇമാരൊക്കെ ചിലപ്പോ എന്താ വെച്ചാൽ ഇന്ന സ്ഥലത്തോട്ട് നമ്മളെ വിടുള്ളൂ. ഈ ആദ്യം ഇമാര് ഇച്ചിരി ഇമാരെ എങ്ങനെയാന്നുള്ളത് ഇമാര് അത് ആളെ അറിയാൻ വേണ്ടിട്ട്. അപ്പം ഈ സ്ഥലത്തൊക്കെ പോയിട്ട് ചിലരൊക്കെ ആദ്യത്തെ ദിവസം തന്നെ തെറിയും പറഞ്ഞ് ഇതാവും, ഒരു ഭയം തരികയല്ല. ഞാനും പറഞ്ഞു പിറ്റ്സ്ബർഗ് എന്റെ ആ കമ്പനിയിൽ ആദ്യത്തെ ട്രിപ്പ് ആയിരുന്നു. അതാ പറഞ്ഞ ഞങ്ങള് ട്രാൻസ്-19 ഇതുപോലെ പോയപ്പോഴാ ഇത് ടീമായിട്ട് പോയിട്ട് പോലും ഇതുപോലെ ചെറിയത് തന്നത് ഒരു വള്ളിക്കെട്ട് സ്ഥലം. നിങ്ങൾ പറഞ്ഞല്ലോ ഒരു പാറമടയിലൊക്കെ പോയിട്ട് അവിടുത്തെ ഒരു സ്ഥലം. അതെന്ന് വെച്ചാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ യാടൊക്കെ അങ്ങനെ നോക്കുക സ്വർഗ്ഗമാ. പൊടി എന്ന് പറഞ്ഞോണ്ടല്ലോ മറ്റേ അവിടെ ഉള്ളവരെല്ലാം മാസ്ക് ഇട്ടോണ്ടോ. മറ്റേ ഇതല്ലേ പിന്നെ ഏബൺ വാഷിംഗ്ടൺ. കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു പോയെ. തിങ്കളാഴ്ച. Hi. Good morning, officer. It's plastic film. What is it? Plastic film. Plastic film. Where are you picking up from? We picked it up from Auburn, Washington. How long were you gone? We left on Monday. Buy anything? No, sir. And where are you delivering this to in Canada? We are taking it to Bolton, where is our yard, and then the local driver will be delivering it tomorrow. ഓണ് പോലെ സൗണ്ട് കേട്ടെ. നമ്മുടെയാണോ? അല്ലോ ഞാനത് ഓണടിക്കുന്ന പോലെ എനിക്ക് കേട്ടു. പണ്ടൊക്കെ ഞാനൊക്കെ ഇവിടെ വരുമ്പോൾ ഓർക്കുന്നുണ്ട്, ഇവിടുത്തെ ഓഫീസറൊക്കെ നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം. ഇത്ര വണ്ടിയൊക്കെ ഒന്നിച്ച് കാണുന്നു, 10 വണ്ടി ഒന്നിച്ച് കാണുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണിയായല്ലോ. അതെ. സമയം 6 മണിയായി കേട്ടോ, ഒണ്ടാറിയ സമയം. നമുക്ക് 50 കിലോമീറ്ററും കൂടെ ആടിലേക്കുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറോളമായി. നമ്മൾ മിസിസാഗ ഏരിയയിലെത്തി. ഒടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഇതാണ് ടൊറൻറ്റോ. നിങ്ങളുണ്ട് ഏതാണ്ട് വലിയ അപകടം ഉണ്ടായ റോഡ് ക്ലോസ് ചെയ്ത് വെച്ചേക്കണതാ പ്രശ്നം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എക്സ്പ്രസ് ഉണ്ടായിരുന്നത് മുഴുവനും അവരിപ്പം കളക്ടേഴ്സിലേക്കാണ് വിടുന്നത്. ഇവിടുത്തെ എക്സ്പ്രസിൻ്റെയും കളക്ടേഴ്സിൻ്റെയും കാര്യമെല്ലാം നമ്മൾ പണ്ടത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലോ.
നമുക്ക് ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകാനുള്ളവർക്ക് നേരെ അങ്ങ് ദൂരം വരെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് എക്സ്പ്രസ്. കളക്ടേഴ്സും വലിയ ആക്സിഡൻ്റാണ്. പോലീസ് വണ്ടി ഇൻവോൾവ് ആ കേട്ടോ, പോലീസ് വണ്ടിയൊക്കെ കേട്ടോ ചെയ്യുന്നത്. വലിയ ആക്സിഡൻ്റാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ അതിൻ്റെ ആ ഫ്രണ്ടിൽ തന്നെ, അതായത് ആ എക്സ്പ്രസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവർ റോഡ് ക്ലോസ് ചെയ്ത് കാര്യങ്ങൾ സെറ്റാക്കിയത് നന്നായി കേട്ടോ. നമ്മൾ എക്സ്പ്രസിൻ്റെ അകത്ത് ആയിരുന്നെങ്കിൽ വലിയ പാടായാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ. നിങ്ങൾ കണ്ടില്ലേ, എക്സ്പ്രസും കളക്ടേഴ്സും തമ്മിൽ ഇതിൻ്റെ നടുക്ക് ഇത്ര റേസ്ഡ് ആയിട്ടുള്ള മീഡിയൻ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ പറ്റില്ല. അങ്ങനെ അകത്തായിരുന്നു സ്റ്റക്കായിപ്പോയാണ്. അപ്പം ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായി. ഏകദേശം 2.5-3 മണിക്കൂറോളം അടുത്തായി നമ്മൾ ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പറേ ആയിട്ടും പയ്യെ നീങ്ങുന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് റോട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു അവസ്ഥ. ഒന്നിനും ഒരു ഗ്യാരണ്ടി ഇല്ല. മനസ്സിലായി, നമ്മളെപ്പോൾ വീടെത്തും, എന്തായിരിക്കും കാര്യങ്ങൾ, അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. എല്ലാം അൺപ്രഡിക്റ്റബിൾ അല്ലേ. ഇത്രയും കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സെറ്റപ്പല്ലേ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ദൈവം താങ്ങി അങ്ങ് പോകുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഒരു അടിപൊളി കാഴ്ച കേട്ടോ. ഒരു ഫ്ലൈറ്റ് ഇറങ്ങണ കണ്ടോ. ഇവിടെയാണോ? പോട്ടെ, വട്ടം പോട്ടെ. ഇപ്പൊ ഈ നോർത്ത് പോവാൻ. പോരട്ടെ. മതിയായിരിക്കും. മതി. നിങ്ങളത് വലിച്ചേക്കാവോ? എൻ്റെ അമ്മേ, കിട്ടണ്ടോ? ഞാൻ ബാക്കിലേക്ക് പുഷ് ചെയ്യാം. ഓക്കെ കിട്ടിയോ? ഓക്കെ. എത്ര സാറേ നമ്മുടെ ടോട്ടൽ എത്ര? 5415 മൈല്. 5415. കുറവാണോ അത്? അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ 5500 നമ്മൾ ഓടാറുള്ളതല്ലേ? നമ്മൾ ലോഡ് എടുക്കാൻ പോകുന്ന വന്ന വഴി തന്നെ തിരിച്ചല്ലേ. സാധാരണ വരുമ്പോൾ നമ്മൾ വഴി മാറിയല്ലേ. ഇത് വഴി മാറണമെന്നില്ല അല്ലേ. നമ്മൾ തിരിച്ചു പോരുന്നതിൻ്റെ ആ ഇതിൽ തന്നെയല്ലേ ഇങ്ങ് പോകുന്നത്. അതെ. അങ്ങനെ ഈ ആഴ്ചത്തെ സാഹസങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ദേശാച്ചൻ പോവുകയാണ്. നമുക്ക് വീട്ടിൽ പോയേക്കാം. അപ്പോൾ അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച എന്നല്ല, നാളെ കഴിഞ്ഞ് കാണാം. ശരി കേട്ടോ. ഓക്കെ.
ഒടുക്കത്തെ കാറ്റും സമ്മറായിട്ട് ഭയങ്കര പൊടിയാണ്. പുറത്തിറങ്ങി നിൽക്കാനേ വയ്യ. കാരണം നമ്മുടെ യാർഡ് ടാറിട്ട ഇതല്ലല്ലോ, ഗ്രാവല. കാറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കാറ്റല്ല കേട്ടോ. നല്ല കാറ്റുണ്ട്, ഭയങ്കര ഒരു വൃത്തികെട്ട എന്തോ കാറ്റ്. നമ്മുടെ ചില സിനിമകളിലൊക്കെ എന്തോ മഹാമാരി വരുന്നതിന് മുമ്പ് പ്രകൃതി സൂചന തരുന്ന പോലത്തെ കാറ്റ്. ഒടുക്കത്തെ കാറ്റാണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, പക്ഷെ മഴയൊന്നും പ്രഡിക്ഷനിലില്ല ഇന്നും നാളെ. തന്നെയല്ല നല്ല കിടില സൺസെറ്റാണ് കേട്ടോ.